അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഇപ്പോൾ മുക്കുമർ ഫൈസി ഉസ്താദ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ആക്ഷേപിക്കാനായിട്ട് എന്താ ഉള്ളത്? ഓരോരുത്തർക്കും അവരുടേതായ പ്രകൃതിപരമായ ബോഡി ലാംഗ്വേജും പ്രത്യേക ശൈലിയും ഭാഷയും രീതിയും പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ മഹാനായ ശൈഖുന ചെറുശ്ശേരി ഉസ്താദൊക്കെ ഉസ്താദിന് പ്രത്യേക ഒരു ശൈലിയല്ലേ പ്രസംഗത്തിൽ പല പ്രയോഗങ്ങൾ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ചന്തിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ ഉസ്താദ് പ്രയോഗിച്ചത് അതൊക്കെ നമ്മൾ ഓരോ പദത്തിനും ഹക്കീക്കിയായ മാന ഉണ്ടാവും. ഇലാഫി, മജാസി, ഇസ്തിയാറത്ത്, കിനായത്ത്, ആലങ്കാരിക പ്രയോഗങ്ങൾ അങ്ങനെ പലതുണ്ടല്ലോ. അപ്പോൾ അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ കണ്ടാൽ മതി. ഇപ്പോൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയാൽ കാഫിറാകുമെന്ന് ഉമ്മർ ഫൈസി ഉസ്താദ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? സമസ്തയിൽ നിന്ന് പുറത്തു പോയാൽ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോകും. സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു കഴിഞ്ഞാൽ പിന്നെ ബിദ്അത്താവും. ബിദ്അത്തായി മുജാഹിദ്, തബ്ലീഗ്, ജമാഅത്തായി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഓരോന്നിനും ദീനിൻ്റെ ഓരോ ഷിയാറുകളും ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതോടുകൂടി ദീൻ തന്നെ ഇല്ലാതെയാവും. പിന്നെ ദീനിൽ നിന്ന് പുറത്താവും എന്നുള്ള രൂപത്തിലാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അതൊക്കെ ഒരു തെറ്റുമില്ല. പിന്നെ ഇതിനൊക്കെ വിവാദം ഉണ്ടാക്കി ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇടുന്ന ആളുകൾ അവർക്കൊക്കെ സമസ്തയോടുള്ള വെറുപ്പാണ്. സമസ്തയുടെ നേതാക്കന്മാരോടുള്ള വെറുപ്പുകളാണ്. സമസ്തയുടെ നിലപാടുകളോടുള്ള വെറുപ്പാണ്. അയിനുസുഖ്ത് എന്ന് പറയില്ലേ, അതാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ അൽ മുസ്ലിമു മൻ സലിം അൽ മുസ്ലിമുന മിൻ ലിസാനിഹി വയദിഹി എന്നുള്ള ഹദീസിനെ എങ്ങനെ അർത്ഥം വെക്കുക? ഇപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം പോയി മറ്റൊരു മുസ്ലിമിനെ കൈകൊണ്ട് ആക്രമിച്ചാൽ അവന് മുസ്ലിം അല്ല എന്ന് പറയാൻ പറ്റുമോ? അതിൻ്റെ ഓരോ മാനകൾ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അതൊരു തെറ്റല്ലാന്ന്. മാത്രമല്ല, മംഗലാപുരം സമാപന വേദിയിൽ സലാം ബാക്കവി ഉസ്താദ് ബൈത്ത് പാടിയതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അത് ഏത് സംഘടനക്കും കൂട്ടായ്മയും പാർട്ടി ആയാലും അതിൻ്റെ അജയ്യത, അതിൻ്റെ ശക്തി എന്നൊക്കെ പറയുന്നത് നേതാവിനോടുള്ള ഇഷ്ടവും സ്നേഹമാണല്ലോ. അപ്പം അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ആ നേതാവിനോട് മഹബത്ത് ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ ഒരു മനഃശാസ്ത്രമാണ്. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നമുക്കൊക്കെ അറിയാലോ, പല ആളുകൾ കൂടെയുള്ള പല ആളുകളും എതിരാളികളാണ്. സമസ്ത മുഷാവറയിൽ വരെ എതിരാളികളുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ അണികളെല്ലാം അങ്ങയുടെ പിന്നിലാണ് എന്ന് ആ ഒരു ശക്തി പ്രകടനം അത് ബോധ്യപ്പെടുത്തി കൊടുക്കൽ അത് അത്യാവശ്യമാണ്. അതൊരു ബാധ്യതയാണ്. അതിൻ്റെ പേരിലാണ് ഉസ്താദ് ചെയ്തത്. ഒരു തെറ്റുമല്ല അതിൽ. അത് ഇസ്ലാം നിരോധിച്ച പുകഴ്ത്തലും അല്ല. നമ്മുടെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ, പാണക്കാട് കുടുംബത്തൊക്കെ പുകഴ്ത്താനായിട്ട് പൈതൃകം എന്നുള്ള പരിപാടി തന്നെ അതിനായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വേദികളിലൊക്കെ ഇരുത്തി നമ്മൾ പുകഴ്ത്തുന്നുണ്ട്. അതിനാരെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ തെറ്റ് പറയാൻ പറ്റുമോ? അത് ഇസ്ലാം നിരോധിച്ച രൂപത്തിലുള്ള പുകഴ്ത്തലല്ലല്ലോ. അപ്പോൾ ആ രൂപത്തിൽ അങ്ങനെ തന്നെ കണ്ടാൽ മതിയല്ലോ. അപ്പോൾ നമ്മളൊക്കെ വളരെ മനോഹരമായി ഉസ്താദ് പാടിയത് അത് അണികൾക്കിടയിൽ ആവേശമുണ്ടാക്കി, മാത്രമല്ല നേതാവിന് ഒരു സമാധാനം കൊടുക്കുന്ന, ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്നുള്ളൊരു ശക്തി കാണിച്ചു കൊടുക്കുന്ന ഒരു സംഭവമായിട്ട് കണ്ടാൽ പോരെ. പിന്നെ ഉസ്താദിൻ്റെ ഒരു ശൈലി അങ്ങനെയാണ്. ഇപ്പോൾ UAE സലാം ബാക്കി ഉസ്താദിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ അറിയാം. എല്ലാവർക്കും ഉസ്താദിൻ്റെ ക്ലാസ് ഇഷ്ടമാണ്. ഹുദവി പണ്ഡിതന്മാർ തന്നെ ഒരുപാട് ആളുകൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. മാത്രമല്ല അറബികൾ വരെ ഉസ്താദിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ്. അറബികൾക്ക് വരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഉസ്താദ് ഒരു ഇമാറാത്തി അല്ലാഞ്ഞിട്ട് പോലും അവിടെ ഖുത്ബക്കുള്ള അവസരം കൊടുത്തെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആവേശത്തിൽ മനോഹരമായിട്ട് വളരെ പക്വവും വിവേകവും പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രസംഗങ്ങളും പാടലുകളും പുകഴ്ത്തലുകളാണ് നമ്മുടെ ഉസ്താദ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നും ഒരു തെറ്റുമില്ല. പിന്നെ ഒന്നും എതിർക്കാനില്ല, ഒന്നും പറയാനില്ല എന്നാകുമ്പോൾ പരിപാടിയുടെ ഉഷാറും ഭംഗിയെല്ലാം കണ്ടിട്ടാകുമ്പോൾ എന്തെങ്കിലും കണ്ട ഏതെങ്കിലും ചെറിയ ഓരോന്നിൽ തൂങ്ങിപ്പിടിച്ച് അതിനിങ്ങനെ വിപുലീകരിച്ച് അതിന് സോഷ്യൽ മീഡിയ ഇട്ട് അലക്കുക എന്ന് പറയുന്നത് അതൊരു തരത്തിലുള്ള മാനസിക രോഗമാണ്. അത് വെറും അസൂയയും വിദ്വേഷവും മാത്രം മനസ്സിൽ വെച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ മനസ്സിലുണ്ടാകുന്നതാണ്. അസൂയയുടെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങനെ തന്നെയല്ലേ കാണുക. അത് അള്ളാഹു മാറ്റി തരട്ടെ, നമുക്കൊക്കെ അള്ളാഹു ഹിദായത്തിലാക്കി തരട്ടെ. ഇപ്പോൾ അതേ വേദിയിൽ ശൈഖുന സയ്യിദുൽ ഉലമ ദഅവത്തുൽ മദ്ലൂമിൻ, ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആ ഉത്തരം ലഭിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ മനുഷ്യന്മാർ ട്രോളാണ്. ഇതേപോലെ ഹക്കീം ഫൈസി കുറച്ച് മുമ്പ് ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനൊക്കെ ഷെയർ ചെയ്ത് അതിന് റീച്ച് കൊടുത്ത ആൾക്കാരാണ് ഇപ്പോൾ സയ്യിദുൽ ഉലമയെ
ട്രോൾ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലൊരു രോഗമാണെന്ന് മനസ്സിലായില്ലേ? സമസ്തയോടും സമസ്തയുടെ നേതാക്കന്മാരോടൊക്കെയുള്ള ഒരു രോഗമാണ്, ഒരു വിദ്വേഷമാണ്, ഒരു അസൂയയാണ്. അതിൽ ഉണ്ടാകുന്നതാണ്. അത് അങ്ങനെ കണ്ടാൽ മതി. അതിനെ അവജ്ഞയോടെ തള്ളിക്കളയുക. സത്യം എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അള്ളാഹു അതിന് നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.